ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ദേശീയപാത 66 കാണാൻ പോകുന്നത്. ഇന്ന് കുറ്റ്യാടി ബൈപ്പാസ്. കുറേ നാളുകളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് കുറ്റ്യാടി ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഏകദേശം ഒരു 10 മാസങ്ങൾക്ക് മുൻപ് എന്ന് വെച്ചാൽ 2025 ജൂലൈ 31 നമ്മൾ കുറ്റ്യാടി ബൈപ്പാസിൻ്റെ അപ്ഡേഷൻ നൽകിയത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോൺട്രാക്റ്റ് എമൗണ്ട് 21,59,85,574 കേട്ടോ. കുറ്റ്യാടി ബൈപ്പാസിൻ്റെ ഒക്കെ പണികൾ അവസാന ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ കുറേ സംവിധാനങ്ങൾ ഈ കുറ്റ്യാടി ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുറ്റ്യാടി ടൗൺ കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണാണ് കുറ്റ്യാടി ടൗൺ. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ടൗൺ കേട്ടോ. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങളാണ്. ഈ ജംഗ്ഷൻ ഒരു 4 കൂടി ജംഗ്ഷനാണ്. പേരാമ്പ്ര, വയനാട്, മരുതോങ്കര, വടകര ഭാഗത്തുള്ള എല്ലാ വാഹനങ്ങളും വന്ന് ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കുറ്റ്യാടി ജംഗ്ഷൻ. അതിൻ്റെതായ തിരക്ക് ഈ കുറ്റ്യാടി ജംഗ്ഷനിലുണ്ട്. അപ്പം ഇന്ന് കുറ്റ്യാടി ബൈപ്പാസിലേക്ക് നമ്മൾ കയറുന്നത് കുറ്റ്യാടി നാദാപുരം റോഡുണ്ട്. അതിൽ കടക്കച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഈ ബൈപ്പാസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മൈജിൻ്റെ ഒരു ഷോറൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അന്ന് പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം തന്നെ എന്ന് പറയാൻ പറ്റും. കാരണം റോഡിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് വീതി കൂട്ടി ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം എന്തായാലും ആദ്യഘട്ട പ്രവർത്തനമാണ്. പക്ഷേ എവിടെയും ടാറിംഗ് ഒന്നും ആരംഭിച്ചിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ സംവിധാനങ്ങൾ ഈ കുറ്റ്യാടി ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. 1.464 കിലോമീറ്റർ, ഏകദേശം 1.5 കിലോമീറ്ററാണ് കുറ്റ്യാടി ബൈപ്പാസിൻ്റെ നീളം. അതുപോലെ തന്നെ 12 മീറ്റർ വീതിയാണ്. 2 ലെയിനാണ്. 2 ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കുറ്റ്യാടി ബൈപ്പാസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് പൈലിംഗ് എന്നുള്ള സംവിധാനമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കാട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക എന്താണ് ഈ കോക്കനട്ട് പൈലിംഗ് എന്നുള്ളത്. നമ്മൾ ദേശീയപാത 66 നിർമ്മാണത്തിൽ പല സ്ഥലത്തും ചതുപ്പ് നിലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കോക്കനട്ട് പൈലിംഗ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ RR റീറ്റെയിനിങ് വാൾ ഉണ്ട്. അതുപോലെ തന്നെ RCC റീറ്റെയിനിങ് വാളൊക്കെ ഉണ്ട്. പിന്നെ കൾവേർട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബാബ് കൺസ്ട്രക്ഷനാണ് ഈ റോഡിൻ്റെ നിർമ്മാണം എടുത്തിരിക്കുന്നത്. ഇവർ നിർമ്മിച്ചിരിക്കുന്ന വേറെ റോഡുണ്ട്, കുന്നംകുളം ബൈപ്പാസ്, അത്തിക്കാവ് കേച്ചേരി ബൈപ്പാസ്. അതിൻ്റെ നിർമ്മാണമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ജിയോ ടെക്സ്റ്റൈലും ജിയോ ഗ്രിഡൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ജിയോ ടെക്സ്റ്റൈലും ജിയോ ഗ്രിഡും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ കുറ്റ്യാടി ബൈപ്പാസിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഈ ജിയോ ഗ്രിഡും ജിയോ ടെക്സ്റ്റൈലും എന്താണെന്നുള്ളത് ഇതിന് മുൻപത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ വേറെ കാര്യം വെച്ചാൽ കേരളത്തിൽ ആദ്യമായി PWD റോഡിൽ ഈ സംവിധാനം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിലാണ്. അതേമാതിരത്തെ സംവിധാനം തന്നെയാണ് ഇപ്പോൾ ഈ കുറ്റ്യാടി ബൈപ്പാസിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും PWD റോഡ് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഈ കുറ്റ്യാടി ബൈപ്പാസ് കടന്നു പോകുന്ന 2 ഭാഗത്തും തെങ്ങും തോപ്പാട്ടോ. ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇംപ്ലിമെന്റിംഗ് ഏജൻസി RITESും അതുപോലെ തന്നെ RBDCKയും എന്ന് വെച്ചാൽ റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള, അവരുടെയാണ് ഇതിന്റെ മേൽനോട്ടം. പിന്നെ കോൺട്രാക്ടർ നമ്മളെ ബാബ് കൺസ്ട്രക്ഷൻ തന്നെയാണ്. പിന്നെ റോഡിന്റെ 2 ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട്. പിന്നെ കൾവേർട്ടുകൾ റോഡിന് കുറുകെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വയൽപ്രദേശമാണ്, തെങ്ങുംതോപ്പാണ്. അപ്പോൾ വെള്ളക്കെട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൾവേർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് സൈഡിൽ കോക്കനട്ട് പൈലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കോക്കനട്ട് പൈലിംഗ് ചെയ്ത് വേറൊരു പാലം കൂടി ഉണ്ട്, പെരുമ്പളം പാലം. കണ്ടിക്കണം നിങ്ങൾ, അതിനെക്കുറിച്ച് കേട്ടുക്കണം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു പാലം കൂടിയാണ്. ബോസ്ട്രിംഗ് ആർച്ച് പാലമാണ്. പെരുമ്പളം ദ്വീപിലേക്കാണ് ആ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതുവരെ ആ പെരുമ്പളം ദ്വീപിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ബോട്ട് അല്ലെങ്കിൽ ജങ്കാറൊക്കെ ഉപയോഗിക്കേണ്ടിയിരുന്നു. ഇപ്പം പാലം മുഖാന്തരം അവർക്ക് കടന്നു പോകാം. 100 കോടി രൂപയാണ് അതിന് ചെലവഴിച്ചിരിക്കുന്നത്. ഇപ്പം ഈ കുറ്റ്യാടി ബൈപ്പാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അറിയാം നിങ്ങൾക്ക്? കുറ്റ്യാടി ടൗണിലെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാകും. കാരണം എല്ലാ വലിയ വാഹനങ്ങളും ഇപ്പോൾ കുറ്റ്യാടി ടൗണിൽ വന്നിട്ടാണ് പേരാമ്പ്ര, അതുപോലെ തന്നെ വയനാട്, ഈ നാദാപുരം ഭാഗത്ത് വരുന്ന വാഹനങ്ങളൊക്കെ നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതൊക്കെ കുറ്റ്യാടി ടൗണിൽ വന്നിട്ടാണ്. അപ്പോൾ ഈ നാദാപുരം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ നേരെ ബൈപ്പാസ് മുഖാന്തരം നേരെ അവിടെ പോയിട്ട് നേരെ കോഴിക്കോടേക്കാണ് ചെല്ലും. അപ്പോൾ എന്താവും, കുറ്റ്യാടി ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാകുകയും ചെയ്യും. അതുപോലെ തന്നെ അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾക്ക് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം വലിയ വാഹനങ്ങൾ വരുന്ന സമയത്ത് ഈ ചെറുവാഹനങ്ങൾ വരുന്ന ആളുകൾക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാനോ അതിനൊന്ന് ഇറങ്ങാനോ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കച്ചവട സ്ഥാപനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ബൈപ്പാസുകൾ വരുന്ന സമയത്ത് ടൗണുകൾ ഒന്നുകൂടി ഉഷാറാവും. കാരണം ദീർഘദൂര വാഹനങ്ങളൊക്കെ പിന്നീട് ബൈപ്പാസ് മുഖാന്തരമാണ് കടന്നു പോവുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അന്നൊക്കെ ഇവിടെ ചെളിക്കട്ടായിരുന്നു. നമുക്ക് പൂർണ്ണമായിട്ട് ഇതിൽ കൂടെ പോകാൻ സാധിച്ചിട്ടില്ല. ഇപ്പം എന്തായാലും ഫുള്ളായിട്ട് വാഹനങ്ങൾ ഓടാൻ സാധിക്കുന്നുണ്ട്. പണികൾ പൂർത്തീകരിച്ചിട്ടൊന്നുമില്ല, എന്നാലും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. 2 ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്ക് കുറേ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ചില ഭാഗത്ത് അതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്.
അതിനുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് പൈലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നടന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSB ഗ്രാനുലർ സബ് ബേസ്, പിന്നെ WMM വെറ്റ് മിക്സ് മെക്കഡം, ഇനി DBM നടക്കാനുണ്ട്. അതുകൊണ്ട് BC ആണ് ഫൈനൽ കോട്ട്. BC കഴിഞ്ഞിട്ടാണ് പിന്നീട് ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ കാറ്റൈകളൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. സ്റ്റഡുകൾ ഇങ്ങനെ വെച്ചിട്ട് കണ്ടല്ലോ നിങ്ങൾ, അതും പിന്നെ ലൈൻ മാർക്കിങ്ങും പിന്നെ ഇനി സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ ആ പണികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുറ്റ്യാടി ബൈപ്പാസിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആ ബോർഡിൽ ശ്രദ്ധിച്ചോന്നറിയില്ല, അതിൽ കംപ്ലീഷൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 2026 ഏപ്രിൽ 23 കേട്ടോ. പക്ഷെ എന്തായാലും പണികൾ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ഇതിന് കുറ്റം പറയാൻ സാധിക്കില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലുള്ള ഒരു ഭൂമിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ കേരളത്തിലെ കാലാവസ്ഥ ഇപ്പം നല്ല വേനൽ മഴയാണ് പല സ്ഥലത്തും. അതുകൊണ്ട് ഇതുപോലുള്ള നിർമ്മാണങ്ങൾ വെച്ചാൽ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന പല റോഡുകളിലും പണികൾ പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പണികൾ പൂർത്തിയാക്കാൻ ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി ടാറിങ്ങിന്റെ വർക്കും കഴിയാണ്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രൈനേജിന്റെ വർക്കൊക്കെ ചെയ്യാണ്ട്, അത് കഴിഞ്ഞാൽ പിന്നീട് കുറ്റ്യാടി ബൈപ്പാസ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതായിരിക്കും. എന്തായാലും ഇതുപോലുള്ള ബൈപ്പാസുകൾ പിന്നെ അതുപോലെ തന്നെ കുറെ പാലങ്ങളുടെ നിർമ്മാണങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൂരം എന്നുള്ള വാക്ക് ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും നമുക്ക് 10-15 കിലോമീറ്റർ കറങ്ങി ചെല്ലേണ്ട സ്ഥലത്തൊക്കെ ഏകദേശം 700-800 പാലം നിർമ്മിച്ചിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അങ്ങോട്ട് എത്താൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത് അവസാനിക്കണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റ്യാടിയിൽ നിന്നും നേരെ കോഴിക്കോട് പോകുന്ന റോഡുണ്ട് കേട്ടോ. അവിടെ വന്നിട്ടാണ് ഇത് അവസാനിക്കുന്നത്. നമ്മൾ നാദാപുരം റോഡിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ കുറ്റ്യാടി പാലം വലതുഭാഗത്ത് കാണാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ റോഡ് കുറച്ചൊന്ന് തിരിച്ചു വിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പണികളെല്ലാം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം 2026 അവസാനത്തോട് കൂടിയിട്ട് മിക്കവാറും കുറ്റ്യാടി ബൈപ്പാസിന്റെ പണികൾ പൂർത്തിയായിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതായിരിക്കും. ഇതേമാതിരി തന്നെയായിരുന്നു നമ്മളെ പേരാമ്പ്ര ടൗണിന്റെ അവസ്ഥ. പേരാമ്പ്ര ടൗൺ അത്യാവശ്യം നല്ല ഗതാഗത കുരുക്കുന്നു. ഇപ്പൊ നിങ്ങൾ പേരാമ്പ്ര ടൗണിൽ പോയിട്ടുണ്ടോ? തിരക്ക് കുറഞ്ഞില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പേരാമ്പ്ര ബൈപ്പാസ് വന്ന സമയത്ത് വലിയ വാഹനങ്ങളൊക്കെ നേരെ അതിൽ കൂടെ തിരിഞ്ഞു പോകാൻ തുടങ്ങി. അതുകൊണ്ട് എന്തായി, ഗതാഗത കുരുക്കിന് നല്ലൊരു ആശ്വാസമായി പേരാമ്പ്ര ടൗൺ. അതേമാതിരി തന്നെയായിരിക്കും നമ്മുടെ കുറ്റ്യാടി ബൈപ്പാസിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് കുറ്റ്യാടി ടൗൺ കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന വികസനങ്ങളായ ദേശീയപാത 66, തീരദേശപാത, മലയോര ഹൈവേ, PWD റോഡുകൾ, ഇതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ ലഭിക്കാൻ വേണ്ടി നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.